എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉപകാരപ്രദമാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ. നെക്സ്റ്റ് ഇന്ന് നമ്മൾ പറയാൻ പോണത് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് എന്നതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 10 ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞു. 11ാമത്തെ ക്വസ്റ്റ്യൻ. 3 chairs and 2 tables cost rupees 1850. 5 chairs and 3 tables cost rupees 2850. Then the total cost of 1 chair and 1 table is. ഞാൻ എടുത്തത് ചെയറിന് എക്സ് റുപ്പീസ് എന്നാണ്, ടേബിളിന് എന്താ എടുത്തു, വൈ റുപ്പീസ് എന്ന് എടുത്തു. അപ്പൊ നമുക്ക് എന്ത് പറയണം, 3 ചെയേഴ്സ് അതായത് 3x പ്ലസ് 2 ടേബിൾസ് 2y ഈക്വൽ ടു 1850. ഇനി നെക്സ്റ്റ് ഒരു ഇക്വേഷൻ എന്താണ്, 5 ചെയേഴ്സ് അതായത് 5x പ്ലസ് 5 ചെയേഴ്സ് 5x പ്ലസ് 3 ടേബിൾസ് 3y ഈക്വൽ ടു 2850. ഇത് പല PSC ക്വസ്റ്റ്യൻസിനും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. കാരണം 10th പോർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് LDCക്കും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള കുറേ PSC തസ്തികകളിലേക്ക് നമുക്ക് ഇത് ആവശ്യമുണ്ട്. 3x പ്ലസ് 2y ഈക്വൽ ടു 1800. ഇത് 2 ഇക്വേഷൻ ആയില്ലേ. ഇനി 2 ഇക്വേഷനും കൂടി സോൾവ് ചെയ്യുക എങ്ങനെയാണ്, അതായത് ഇതിന് ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഒരേപോലെ ആക്കുക അല്ലെ. അപ്പൊ 1നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് വരും, ഇവിടെ 15x പ്ലസ് 10y ഈക്വൽ ടു 0 5 5 are 25. 9250 അല്ലേ വരിക. 9250 15x പ്ലസ് 15x പ്ലസ് 10y ഈക്വൽ ടു 9250. ഇനി അടുത്തത് എന്ത് വരും, ഇതിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 കൊണ്ട്. അപ്പൊ എന്താ വരും, 15x പ്ലസ് 9y ഈക്വൽ ടു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 8550 വന്നില്ലേ. ഇത് 2 ഇക്വേഷനായി കിട്ടിയില്ലേ. ഇത് 3rd ഇക്വേഷനും ഇത് 4th ഇക്വേഷനും. ഇനി 3rd ഉം 4ഉം തമ്മിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലെ. 3rd ന്ന് 4th സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 10y മൈനസ് 9y എന്ന് വരും. ഇത് 0 ആയി പോയില്ലേ. അപ്പൊ 10y എന്ന് വരും അല്ലെ. ഇത് എത്രയാണ് വരിക നോക്കൂ, 9250 8550 മൈനസ് ചെയ്യണം. അപ്പൊ എന്ത് വരും, 0 700 അല്ലെ. y 700 ആണ്. അപ്പൊ x എന്ത് വരും, ഇതിൽ കൊടുത്താൽ മതി അല്ലെ. y-ന് 700 എന്ന് കൊടുത്താൽ 1400 വരും. 1850 മൈനസ് 1400 വരും. ഡിവൈഡഡ് ബൈ 3 ചെയ്താൽ മതി അല്ലെ. അത് എത്രയാണ് വരിക, 5 4 450 ബൈ 3 അല്ലെ. 3 3 പിന്നെ 15 3 15. അപ്പൊ 150 ആണ് എന്തിന് വരണേ, ടേബിളിന് വരണത്. അല്ല 150 ഏതിനാണ്, ടേബിളിനല്ല ചെയറിന്. എക്സ് 150 അല്ലെ. എക്സ് 150ഉം y എന്ത് വന്നു, y 700 വന്നു. അപ്പൊ എക്സ് പ്ലസ് y ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വരും, 150 പ്ലസ് 700 അത് എത്രയാണ്, 850. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരിക, 850 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. "6 years hence, a man's age will be 3 times the age of his son, and
3 years ago he was 9 times as old as his son. The present age of the man. മാനിന് എക്സ് എന്ന് വിചാരിച്ച പിന്നെ സണ്ണിന് വൈ എന്നും വിചാരിക്കുക. 6 years hence എന്ന് പറഞ്ഞാൽ എന്താണ്? 6 years കഴിയുമ്പോ അല്ലെ, പ്രസന്റ് ഏജ് എക്സ് ആണെന്ന് വിചാരിച്ചു. അപ്പൊ 6 years കഴിയുമ്പോ മാനിന് എന്താവും? എക്സ് പ്ലസ് 6 ആവും. സണ്ണിന് എന്താവും? വൈ പ്ലസ് 6 ആവും. അതിന് എന്താ പറഞ്ഞിരിക്കണത്? 3 times the age of his son ആണ്. അപ്പൊ എക്സ് പ്ലസ് 6 എന്ന് പറയുന്നത് 3 into y plus 6 ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിന്ന് നമുക്ക് എങ്ങനെ ഇക്വേഷൻ ഉണ്ടാക്കാം? എക്സ് മൈനസ് 3y ഈക്വൽ ടു എന്ന് പറയാം 18 minus 6 12 എന്ന് വരാം അല്ലെ. അപ്പൊ എക്സ് മൈനസ് 3y ഈക്വൽ ടു 12 എന്നുള്ളതാണ് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. സെക്കൻഡ് ഇക്വേഷൻ എന്താണ് പറയുന്നത്? 3 years ago എന്ന് പറഞ്ഞ 3 വർഷം മുന്നേ. അപ്പൊ എക്സ് മൈനസ് 3 വൈ മൈനസ് 3 ആവും അല്ലെ. അപ്പൊ എന്താ പറഞ്ഞേക്കണേ? ഹി വാസ് 9 times ആസ് ഓൾഡ് ആസ് ഹിസ് ടൈം. എക്സ് മൈനസ് 3 എന്ന് പറയുന്നത് 9 times വൈ മൈനസ് 3 ആണെന്ന്. അപ്പൊ എക്സ് മൈനസ് 9y ഈക്വൽ ടു എന്ന് വരും -27 പ്ലസ് 3, അതായത് -24 അല്ലെ. -24 അല്ലേ വരിക. ഇനി ഇപ്പൊ 2 ഇക്വേഷൻ കിട്ടിയോ നിങ്ങൾക്ക്? ഈ 2 ഇക്വേഷനെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം അല്ലെ. സോൾവ് ചെയ്യുമ്പോ എങ്ങനെയാണ് വരിക? അതായത് നമുക്ക് എന്തൊക്കെ കിട്ടി? ഇത് ഒരു ഇക്വേഷൻ ആയിട്ട് കിട്ടി, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് കിട്ടി. അപ്പൊ എക്സ് മൈനസ് ചെയ്യുമ്പോ എന്ത്? ഇത് രണ്ടും 2 minus 1 ആണ് ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് വരും? -9y മൈനസ് 3y, അതായത് ഇത് പ്ലസ് ആവും അല്ലെ. -9y പ്ലസ് 3y എന്ന് പറഞ്ഞാൽ -6y ഈക്വൽ ടു എന്ത് പറയും? -24 മൈനസ് 12, അതായത് -36. അപ്പൊ y എന്ത് വരും? -36 ഡിവൈഡഡ് ബൈ -6, അത് എത്രയാണ്? 6. അപ്പൊ y എന്തായിട്ട് വരും? 6 ആയിട്ട് വരും. അവര് ചോദിച്ചിരിക്കുന്നത് എന്താ? പ്രസന്റ് ഏജ് ഓഫ് മാൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പോ ഇതില് വൈയുടെ വാല്യൂ കൊടുത്തുകൊണ്ട് വെച്ചെങ്കിൽ എന്ത് വരും? 6 + 6 12, 13 36, 36 മൈനസ് 6 അല്ലെ. അപ്പൊ എന്ത് വരും? 30. ബി എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് പല PSC ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ളതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ മറക്കാണ്ട് ഇതെല്ലാം നോക്കി വെക്കുക കേട്ടോ. 30 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The solution of the pair of the equation a by x minus b by y equal to 0 and ab square by x plus a square b by y equal to a square plus b square is. ഏതാണ് സൊല്യൂഷൻ എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്ന് നമുക്ക് എന്ത് എഴുതാം? a by x ഈക്വൽ ടു b by y എന്ന് എഴുതി കൂടെ. അപ്പൊ നമുക്ക് അതിന്ന് നമുക്ക് y-ന്റെ വാല്യൂ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കണ്ടുപിടിച്ചൂടെ? അപ്പൊ x ഈക്വൽ ടു a by b y എന്ന് വന്നോ? ഈ x ഈക്വൽ ടു a by b y എന്നുള്ളത് ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത ഇക്വേഷനിൽ കൊടുക്കാൻ പോവാണ്. അപ്പൊ അടുത്ത ഇക്വേഷൻ എങ്ങനെയാണ്? എ ബി സ്ക്വയർ ബൈ എക്സിന് പകരം എ ബൈ ബി വൈ പ്ലസ് എ സ്ക്വയർ ബി ബൈ വൈ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് കിട്ടിയോ? അപ്പൊ നമുക്ക് ഇതിന്ന് എന്ത് എഴുതാൻ പറ്റും? എ ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ എന്താവും? ബി സ്ക്വയർ വൈ ബൈ ബി എന്നാവില്ലേ. അപ്പൊ ബിയും ക്യാൻസൽ ചെയ്തൂടെ. അപ്പൊ ബി വൈ എന്ന് മാത്രമായില്ലേ. ബി വൈ പ്ലസ് ഇവിടെ എന്ത് വരും? എ സ്ക്വയർ ബി
ബി വൈ അല്ല വരിക അല്ലെ. വൈ മുകളിലേക്ക് വരുമോ? ഇല്ല, താഴെയാണ് വരിക. ബി ബൈ വൈ ആണ് വരിക കേട്ടോ. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? കാരണം എ ബൈ ബി വൈ എന്ന് പറഞ്ഞ എ വൈ ബൈ ബി അല്ലേ. അപ്പൊ ആ ബി ആണ് എന്തില് വരിക? അപ്പൊ ഇവിടുന്ന് തന്നെ എഴുതാം. എന്താണ്? ഈ ബീനെ മുകളിലേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പൊ എന്താവും? ബി ക്യൂബ് ഡിവൈഡഡ് ബൈ വൈ ആവില്ലേ. പിന്നെ പ്ലസ് എ സ്ക്വയർ ബി ബൈ വൈ ഈക്വൽ ടു എന്താവും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവും. അപ്പൊ നമുക്ക് ഇതിന്ന് എങ്ങനെ എഴുതാം? ഇതിന്ന് നമുക്ക് വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് വരും? ബി ബൈ വൈ ഞാൻ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് വരും? ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് വരില്ലേ. ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആവില്ലേ. അപ്പൊ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് കളഞ്ഞൂടെ. അപ്പൊ വൈ ഈക്വൽ ടു എന്ത് വന്നു? ബി എന്ന് വന്നു. അപ്പൊ വൈ ഈക്വൽ ടു ബി ആണ് വെച്ചെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു എ ബൈ ബി ഇൻറ്റു ബി എന്ന് വന്നില്ലേ. അപ്പൊ അത് ക്യാൻസൽ ചെയ്ത് പോയി എക്സ് ഈക്വൽ ടു എയും വന്നു. എക്സ് ഈക്വൽ ടു എ, വൈ ഈക്വൽ ടു ബി. ഏതാണ് ഓപ്ഷൻ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following pairs of equation is inconsistent? എങ്ങനെയാണ് ഇൻകൺസിസ്റ്റന്റ് ആണോ എന്ന് അറിയാ? അതായത് രണ്ട് ലീനിയർ ഇക്വേഷൻ a1x പ്ലസ് b1y പ്ലസ് z1 ഈക്വൽ ടു 0, a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0 ഇങ്ങനെയുള്ള രണ്ട് ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആവണമെന്നുള്ള കണ്ടീഷൻ എന്താണ്? a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 നോട്ട് ഈക്വൽ ടു c1 ബൈ c2 ആവണം. അങ്ങനെ ആവുമ്പോഴാണ് അത് എന്താവണത്? ഇൻകൺസിസ്റ്റന്റ് ആവണത്. ബാക്കി രണ്ട് കണ്ടീഷനും, അതായത് a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 ഈക്വൽ ടു c1 ബൈ c2 ആണ് വെച്ചെങ്കിലും കൺസിസ്റ്റന്റ് ആണ്. പിന്നെ വേറൊരു കേസിലും കൂടി കൺസിസ്റ്റന്റ് വരും. എങ്ങനെയാണ്? a1 ബൈ a2 നോട്ട് ഈക്വൽ ടു b1 ബൈ b2. ഈ കണ്ടീഷനിലും ഈ രണ്ട് കണ്ടീഷനിലും ഇത് കൺസിസ്റ്റന്റ് ആവും. ഇൻകൺസിസ്റ്റന്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതാണ് ഇൻകൺസിസ്റ്റന്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ. അപ്പൊ ഇനി നമുക്ക് നോക്കാം. ഇവിടെ എന്ത് വരും? 3/1, പിന്നെ -1/-1/3 അല്ലെ. -1/3 അത് എത്രയാവും? 3/1 തന്നെയാവും അല്ലെ. ഇനി അത് ഈക്വൽ ടു 8/3 എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, നോട്ട് ഈക്വൽ ടു ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 3/1 ഈക്വൽ ടു 3/1 നോട്ട് ഈക്വൽ ടു 8/3. അപ്പൊ നമുക്ക് ഇത് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞൂടെ. കാരണം a1 ബൈ a2 ഈക്വൽ ടു b1 ബൈ b2 നോട്ട് ഈക്വൽ ടു c1 ബൈ c2 ആയാൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ബാക്കി രണ്ട് കണ്ടീഷനും ആണ് വെച്ചെങ്കിലും അത് കൺസിസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which of the following is or are solutions of the pair of equation 3x minus 2y equal to 4 and 6x minus 4y equal to 8? എങ്ങനെയാണ് നമ്മള് സൊല്യൂഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുക? എക്സിനും വൈനും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ ഇത് രണ്ടും നോക്കൂ, ഇത് തന്നെയാണ് ഈ ഇക്വേഷനും. കാരണം ഇതിനെ ഇൻറ്റു 2 ചെയ്താലാണ് ഈ ഇക്വേഷൻ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്താ പറയാം? ഇതിന് മെനി സൊല്യൂഷൻസ് ഉണ്ടാവും അല്ലെ. കാരണം എന്താണ്? 3/6 മൈനസ് 2/-4 4/8 ഇതെല്ലാം 1/2 അല്ലേ. നോക്കൂ, 1/2 1/2 1/2 അല്ലെ.
ഇതെല്ലാം ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് പറയാം ഇത് എന്താണ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ് അല്ലെ. ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് ആവുമ്പോൾ നമുക്ക് ഇതിലെല്ലാം ശരിയാണെന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഡി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The pair of equations 3 raised to x plus y equal to 81, 81 raised to x minus y equal to 3 has എന്താണെന്ന്. അപ്പൊ ഞാൻ പറയാം 3 raised to x plus y equal to 81 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ 3യുടെ ബേസിസിൽ എഴുതാൻ പറ്റുമോ? 3 raised to 3 9 9 3 27 27 3 81. അപ്പൊ 3 raised to 4 ആണ് ഈ 81 എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്താ എഴുതാം? 3 raised to x plus y equal to 3 raised to 4 എന്ന് എഴുതിയാ ഇത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ലേ? x plus y equal to 4 എന്ന് എഴുതാൻ പറ്റും. ആദ്യത്തെ ഇക്വേഷൻ കിട്ടി. നെക്സ്റ്റ് ഇക്വേഷൻ നോക്കൂ. ഇത് 3 raised to 4 എന്ന് എഴുതിയ കൂടെ. അപ്പൊ 3 raised to 4 whole raised to x minus y എന്നുള്ളത് എന്തെഴുതാം? 3 raised to 4 into x minus y എന്ന് എഴുതിക്കൂടെ? അതെന്ന് പറയുന്നത് 3 raised to 1 ആണെന്ന് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. എങ്ങനെയാണ്? 4 into x minus y equal to 1 എന്ന് എഴുതാം അല്ലെ. 3 raised to 1 അതായത് മുകളിലത്തെയാണ് ഞാൻ ഇക്വേറ്റ് ചെയ്യണത്. അപ്പൊ ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4 into x minus y എന്ന് പറയുന്നത് 1 ആയി വന്നു. അത് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? x minus y equal to 1/4 എന്ന് എഴുതിക്കൂടെ? കാരണം ഈ 4നെ അങ്ങോട്ട് കൊണ്ടുപോയി ഞാൻ. അപ്പൊ x plus yയും x minus yയും കിട്ടി. അപ്പൊ 1ഉം 3ഉം കൂടി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ y ടേം പോവില്ലേ? അപ്പൊ x ടേം മാത്രമായി 2x equal to എന്തെന്ന് വരുന്നു? 4 plus 1/4. അത് എത്രയാണ്? 17/4 അല്ലെ. അപ്പൊ x എന്ത് വരും? x equal to 17/8 എന്ന് വരും. അത് എത്രയാണ്? x equal to 17/8 എന്ന് പറഞ്ഞാൽ 2 and 1/8 അല്ലേ. അപ്പൊ ഇവിടെ ഒരു സൊല്യൂഷൻ 2 and 1/8 എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. y അപ്പൊ എന്താവും? y equal to 4 minus എന്താവും? 4 minus 17/8. അത് എത്രയാണ്? 32 minus 17/8. അത് എത്രയാണ്? 15/8 അല്ലെ. അപ്പൊ എന്താണ്? 1 and 7/8. അപ്പൊ ഏതാണ് ഓപ്ഷൻ? സി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Given the pair of equation ax plus a minus 1 into y equal to 1 and a plus 1 into x minus ay equal to 1 for which one of the following values of a there is no common solutions of the given pair of equation. No solution ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? a1/a2 equal to b1/b2 not equal to c1/c2. ഇങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് നോ സൊല്യൂഷൻസ് എന്ന് പറയാൻ സാധിക്കുക അല്ലെ. അപ്പൊ നോ സൊല്യൂഷൻസ് ആണ് എങ്കിൽ നമുക്ക് ഇതിന്ന് എന്തെഴുതാം? a/a+1 ആണ് അല്ലെ. a/a+1 equal to a-1/-a. പിന്നെ നോട്ട് ഈക്വൽ ടു 1/1 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ ഇതിന്ന് നമുക്ക് ഇക്വേറ്റ് ചെയ്തൂടെ? എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുക? അതായത് ഇതിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇതിനെ രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ -a² ഈക്വൽ ടു a² - 1 എന്ന് വന്നൂടെ? അപ്പൊ നമുക്ക് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി 2a² ഈക്വൽ ടു 1 എന്ന് വന്നില്ലേ? അപ്പൊ a² ഈക്വൽ ടു എന്തെന്ന് വന്നു? 1/2 എന്ന് വന്നില്ലേ? അപ്പൊ a² 1/2 ആണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം? a ± 1/√2 അല്ലെ. അപ്പൊ ഇതില് ഏത് ഓപ്ഷൻ ആണുള്ളത്? ബി 1/√2 എന്നുള്ളത് ഉണ്ട്. അപ്പൊ അതാണ് കറക്റ്റ് ഓപ്ഷൻ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of a for which the lines x equal to 1, y equal to 2 and a square x plus 2y minus 20 equal to 0 are concurrent are. എന്താണ് കൺകറന്റ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് കൺകറന്റ് ആണ് വെച്ചെങ്കിൽ എന്ത് വേണം? ആ എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 2ഉം ഏതില് ലൈ ചെയ്യണം? അതായത് എ സ്ക്വയർ എക്സ് പ്ലസ് 2y മൈനസ് 20 ലൈ ചെയ്യണം അല്ലേ? അപ്പോഴല്ലേ അത് 0 ആവുള്ളൂ. അപ്പൊ ഇത് ഒരു 0 ആണെന്ന് പറയാൻ സാധിക്കും അല്ലെ? എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 2ഉം ഇതിന്റെ 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതില് എക്സിനും വൈനും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 കിട്ടണം അല്ലെ? അപ്പൊ എന്താണ്? എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് 20 ഈക്വൽ ടു 0 വരണം അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വരും? എ സ്ക്വയർ ഈക്വൽ ടു 20 മൈനസ് 4 വരുമ്പോ 16 വരും അല്ലെ? അപ്പൊ എ എന്ത് വരും? പ്ലസ് മൈനസ് 4 എന്ന് വരും. അപ്പൊ ഇതിലേതാണ് ഓപ്ഷൻ? ബി എന്നുള്ളതാണ് ഓപ്ഷൻ. എ ഈക്വൽ ടു 4 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The value of k if the linear equations x plus 2y equal to 3 and 5x plus ky plus 7 equal to 0 has unique solution is. എങ്ങനെയാണ് യൂണിക് സൊല്യൂഷൻ എന്ന് ഞാൻ പറഞ്ഞു. യൂണിക് സൊല്യൂഷൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് വരണം? a1/a2 നോട്ട് ഈക്വൽ ടു b1/b2 എന്ന് പറയണം അല്ലേ? അപ്പോഴാണ് യൂണിക് സൊല്യൂഷൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടുന്ന് എന്ത് എഴുതാം? 1/5 നോട്ട് ഈക്വൽ ടു 2/k എന്ന് വന്നു. 1/5 നോട്ട് ഈക്വൽ ടു 2/k. അപ്പൊ k എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു എന്താ വരണം? 10 വരണം. അപ്പൊ k നോട്ട് ഈക്വൽ ടു 10. ബി എന്നുള്ളതാണ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Obtain the condition for the following system of linear equations to have unique solution: ax plus by equal to c, lx plus my equal to n. യൂണിക് സൊല്യൂഷൻ ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ ഞാൻ പറഞ്ഞേ? a1/a2 നോട്ട് ഈക്വൽ ടു b1/b2. അപ്പൊ ഇവിടെ a1/a2 എന്ത് വരും? a/l നോട്ട് ഈക്വൽ ടു b/m. അപ്പൊ എന്ത് വരണം? am നോട്ട് ഈക്വൽ ടു bl എന്ന് വരണം. ഏതാണ് കണ്ടീഷൻ നോക്കൂ? എ എന്നുള്ളതാണ് ഓപ്ഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വേണമെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ കമന്റുമാണ് എനിക്കുള്ള ഊർജം. അപ്പോഴാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.